നമുക്ക് 4ാം ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ പാഠം 10 നോക്കാം. പാഠം 10 മദീനയുടെ വെളിച്ചം. എന്താണ് നേരത്തെ എന്താ ഉണ്ടായിരുന്നത്? പാഠം 6 എന്താണ്? മദീന ബിയിലേക്ക് കേൾക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ പാഠാണത് മദീനയുടെ വെളിച്ചം. നമുക്ക് തുടങ്ങാം. ഒരു വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖുബായിൽ നിന്ന് പുറപ്പെട്ടു. എന്താണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചേ? അവർ ഖുബായിൽ നിർത്തി, അവിടെ പ്രവേശിച്ചു. എന്നിട്ട് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അവരവിടെ നിന്നും പുറപ്പെടുകയാണ്. എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ബനു സാലിം ബിൻ ഔഫിന്റെ വീട്ടിലെത്തി. എവിടെയാണ് എത്തിയത്? ബനു സാലിം ബിൻ ഔഫ് അവരുടെ വീട്ടിലെത്തി. പിന്നെയോ ബത്നുൽ വാദിയിലെ പള്ളിയിൽ വെച്ച് ജുമ നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് നിസ്കരിച്ച ആദ്യത്തെ ജുമയായിരുന്നു അത്. എന്താണ്? ബത്നുൽ വാദി പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളി. അവിടെ പോയിട്ട് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പോയിട്ട് എന്ത് ചെയ്തു? ജുമ നിർവഹിക്കാൻ പോയി അല്ലേ? അപ്പൊ ഏത് ദിവസമായിരിക്കും? വെള്ളിയാഴ്ച ആയിരിക്കും അല്ലേ? ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഒരു വെള്ളിയാഴ്ച ദിവസം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വെള്ളിയാഴ്ച എന്ന് മനസ്സിലായി? കാരണം ജുമ നിസ്കരിക്കുന്നത് എന്നാണ്? വെള്ളിയാഴ്ച അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുറെ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും, പിന്നെ ജുമയും നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷേ മദീനയിൽ വെച്ച് ആദ്യത്തെ ജുമ ആയിരുന്നു അത് അല്ലേ? പിന്നീട് അവിടെ നിന്നും പുറപ്പെട്ടു. എന്താണ് പിന്നീട് നിസ്കരിച്ചതിന് ശേഷം അവർ പുറപ്പെട്ടു. ഓരോ അൻസാരി കുടുംബവും അവരുടെ കൂടെ താമസിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. എന്നാണ് ഓരോ അൻസാരി കുടുംബങ്ങളും ഇങ്ങനെ ക്ഷണിക്കണ്ടായിരുന്നു, നബിയെ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ താമസിക്കൂ എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുടെ വീട്ടിൽ താമസിച്ചാൽ എന്ത് ബർക്കത്തുള്ള വീടായിരിക്കും അല്ലേ? നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലേ നബി നമ്മുടെ കൂടെ താമസിക്കുന്നുണ്ടെന്ന് പറയുമ്പോ. ഇങ്ങനെ കുറെ ആളുകൾ എന്ത് ചെയ്തു പറഞ്ഞു അല്ലേ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ എടുത്താലും മറ്റുള്ളവരെന്താ വിചാരിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞങ്ങളൊന്നും വേണ്ട അങ്ങനെ വിചാരിക്കില്ലേ? അനീതി കാണിക്കുന്ന പോലെ ആയിരിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് നോക്കാം. താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക. അതിന് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ താമസിക്കും. അതിനെന്താണ് കൽപ്പന കൊടുത്തിട്ടുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞത് അല്ലേ? എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു. ഇപ്പോൾ മസ്ജിദ് നബവി നിലകൊള്ളുന്ന സ്ഥലത്താണ് ഒട്ടകം മുട്ടുകുത്തിയത്. അപ്പൊ ആദ്യം മുട്ടുകുത്തിയ സ്ഥലം, ഒട്ടകം ആദ്യം മുട്ടുകുത്തിയ സ്ഥലമാണ് എവിടെ? ഇപ്പോൾ മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലത്ത്. നമുക്ക് മസ്ജിദ് നബവി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം അന്ന് മസ്ജിദ് നബവി ഇല്ല. മസ്ജിദ് നബവി നബിയുടെ വീടാണ് അല്ലേ? മസ്ജിദ് നബവി എവിടെയാണ്? മക്കയിലാണോ മദീനയിലാണോ? മദീനയിലാണല്ലേ? അറിയാത്തവർക്കും ഇപ്പൊ അറിയേണ്ടതാണ്, കാരണം നമ്മളിപ്പോ പഠിക്കുന്നത് മദീനയുടെ വെളിച്ചല്ലേ? മദീനയിലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ എന്തായാലും മദീനയിലായിരിക്കും അല്ലേ? അടുത്ത നോക്കൂ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് ഒട്ടകം വീണ്ടും മുട്ടുകുത്തി. എവിടെയാണ്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് എന്ത് ചെയ്തു? ഒട്ടകം മുട്ടുകുത്തി. സ്വന്തം ഭവനം ഉണ്ടാക്കുന്നത് വരെ ആ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത്. വീട്ടിലാണ്? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അല്ലേ? ഏതുവരെ? സ്വന്തം ഭവനം ഉണ്ടാക്കുന്നത് വരെ അല്ലേ? അപ്പോ എത്ര വർഷക്കാലം?
അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. യസ്രിബ് എന്ന പേരിലായിരുന്നു മദീന അറിയപ്പെട്ടിരുന്നത്. ഏത് പേരിലാണ് മദീന ആദ്യം അറിയപ്പെട്ടിരുന്നത്? യസ്രിബ്. യസ്രിബ് എന്നല്ല, യസ്രിബ്. ഓക്കെ. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് ശേഷം മദീനത്തുൽ മുനവ്വറ എന്ന പേരിൽ പ്രസിദ്ധമായി. എന്താണ്? ഒരു പോപ്പുലർ പേരായിരുന്നു മദീനത്തുൽ മുനവ്വറ. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് ശേഷം. പിന്നെയോ, പൂർവനാമം വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടയുകയും ചെയ്തു. എന്താണ് പൂർവനാമം പറഞ്ഞെന്താ? പഴയ നാമം അല്ലെ, പഴയ പേര് വിളിക്കല് തടഞ്ഞു. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ത്വാബ, ത്വയ്ബ എന്നിങ്ങനെ ധാരാളം പേരുകൾ മദീനക്കുണ്ട്. മദീനക്ക് കുറെ പേരുകളുണ്ട്. അതിൽ പെട്ടതാണെന്ത്? ത്വാബ, ത്വയ്ബ, പിന്നെ യസ്രിബ് അല്ലേ? യസ്രിബ് ആയിരുന്നു മദീനയുടെ പേര്. പിന്നെ ത്വാബ, ത്വയ്ബ അതൊക്കെ അതിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർവനാമം വിളിക്കരുത് എന്ന് എന്ത് ചെയ്തു? തടഞ്ഞു അല്ലെ? വിളിക്കാതെ ഇരിക്കാൻ പറഞ്ഞു അല്ലേ? പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ പണിതുയർന്നപ്പെട്ട പള്ളിയാണ് മസ്ജിദ് നബവി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ത് മസ്ജിദ് നബവി ഉണ്ടാക്കിയത്? ഒറ്റക്കോ? അല്ല, പണിക്കാരൊക്കെ വിളിച്ചിട്ടായിരിക്കും അല്ലേ? മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ പള്ളിയാണിത്. അപ്പോൾ മസ്ജിദുൽ ഹറാം നിങ്ങൾക്കറിയോ? അറിയാമല്ലേ? മസ്ജിദുൽ ഹറാമാണ് ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ് ഏത്? മസ്ജിദുൻ നബവി. 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ചു. മാതൃകായോഗം ഒരു രാജ്യം പണിതുയർത്തുകയുണ്ടായി. എന്താണ്? ഒരു രാജ്യമാക്കി മാറ്റി അല്ലെ? നല്ലൊരു രാജ്യമാക്കി മാറ്റി. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്ര വർഷക്കാലാണ് മദീനയിൽ താമസിച്ചത്? 10 വർഷക്കാലം. എത്ര വർഷക്കാലം? 10 വർഷക്കാലം. 63-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. മദീനയിലെ ഹുജറത്തു ഷരീഫയിലാണ് അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മദീനയിലെ ഹുജറത്തു ഷരീഫയിലാണ് അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാം വയസ്സിൽ എന്ത് ചെയ്തു? ലോകത്തിന് വിട പറഞ്ഞു അല്ലേ? വഫാത്തായി. ഇപ്പോൾ എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്? ഹുജറത്തു ഷരീഫയിൽ. നമുക്ക് അവിടെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിൽ കാണാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ആമീൻ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സലാം പറഞ്ഞിട്ട് തിരിച്ചു വരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പിന്നെ പോയവർക്ക് പിന്നെയും പോവാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. നമുക്ക് തദ്രീബാത്ത് നോക്കാം. അത്തദ്രീബാത്ത് 1. ഉത്തരം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യ ജുമ നിർവഹിച്ച എവിടെ വെച്ച്? ബത്നുൽ വാദിയിലെ പള്ളിയിൽ വെച്ച്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ച അൻസാറുകളോട് അവിടുന്ന് എന്ത് പറഞ്ഞു? താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക. അതിന് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. 3. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത് എവിടെയായിരുന്നു? അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ. 4. മദീനയുടെ പൂർവ്വ പേര് എന്തായിരുന്നു? യസ്രിബ്. 2. പൂരിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ പണിതുയർന്നപ്പെട്ട പള്ളിയാണ് മസ്ജിദുൻ നബവി. 2. 63-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. 3. ചർച്ച ചെയ്യുക. മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഖുബ എന്നിവരുടെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഹജ്ജിനോ ഉംറക്കോ യാത്ര ചെയ്തവരോട് ചോദിച്ചറിയുക. ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. പിന്നെ ഹജ്ജും ഉംറയൊക്കെ ചെയ്തവരോട് ചോദിച്ചറിയാം. ഓക്കെ. 4. ചേരുംപടി ചേർക്കാം. മദീനയുടെ വിവിധ പേരുകൾ. ത്വാബ, ത്വയ്ബ. മദീനയുടെ പഴയ പേര് യസ്രിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിത പള്ളി മസ്ജിദുൻ നബവി. ഒട്ടകം മുട്ടുകുത്തി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. പിന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചവർ
അൻസാറുകൾ അല്ലേ? അപ്പൊ ഈ പാഠം കഴിഞ്ഞല്ലേ? ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.